അപ്പോൾ ഞാൻ ഇടപെട്ട ഒരൊറ്റ പോയിന്റ് എന്ന് പറയാം. കഴിഞ്ഞ കാലയളവിൽ 2023 റിപ്പോർട്ട് 2025 മാനസികാരോഗ്യ രംഗത്ത് വന്നപ്പോൾ ഏകദേശം 72% ഓഫ് മെൻ ആണ് സൂയിസൈഡ് ചെയ്തത്. കാരണം സാമ്പത്തിക ബാധ്യത, ഫാമിലിയിലുള്ള പ്രഷർ. ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. ഇവര് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി കുറെ കോപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. അല്ലാതെ വേറെ ഒന്നുമല്ല. ട്രാൻസ് കമ്മീഷൻ വരണം, അതിന് കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന ഒരാൾ പോലും ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷൻ വേണമെന്നോ ബിന്ദു അമ്മണി, കേരളം കുറേ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് പല കാര്യങ്ങളിലും. എന്നാലും ഈ സ്ത്രീകളുടെ അവകാശം അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറയുമ്പോൾ അതിനിപ്പോഴും ഒരു പൂർണ്ണമായ അംഗീകാരം പലയിടങ്ങളിലും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ മുന്നേറ്റക്കാരങ്ങനെ പറയുന്നുണ്ട്. ആ ചോദ്യത്തോട് തന്നെ എനിക്ക് യോജിപ്പുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പറയുന്നത്, പുരുഷന്മാരും അതെ, തുല്യനീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മുമ്പിലിരിക്കുന്ന ഈ പുരുഷന്മാരായ പുരുഷപക്ഷപാതികളായ ആളുകൾക്ക് മീശ വെക്കാൻ പോലുമുള്ള അവകാശം പോലും ഇവിടെ നമ്മൾ പൊരുതി നേടിയെടുത്തതാ. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികള് നമുക്ക് വളരെ പ്രതീക്ഷയാണ്. പഴയ തലമുറയിൽപ്പെട്ട ആളുകളിലും വളരെ പ്രതീക്ഷയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള ചരിത്രബോധമില്ലാത്ത ഞങ്ങൾ പുരുഷന്മാരുടെ താഴെ ജീവിച്ചോളാം, അവരുടെ സംരക്ഷണയിൽ ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങളുടെ ശരീരം ഇംപ്യൂറാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെ, ഞങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ റൈറ്റ് വേണ്ട, റീപ്രൊഡക്റ്റീവ് റൈറ്റ് വേണ്ട. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ലൈഫ് സ്പാൻ ഒരു 5 വർഷം പുറകിലാണ്. പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിൽ പിന്നോട്ടാണ്. എന്തുകൊണ്ടാണ്? അവരെടുക്കുന്ന സ്ട്രെസ് വളരെ കൂടുതലാണ്. അവർ കുടുംബം സംരക്ഷിക്കുന്നു, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്നു, അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റീസ് ഞങ്ങൾ എടുത്തോളാം, 5 വർഷം മുന്നേ ഞങ്ങൾ മരിച്ചോളാം, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ മേലെ നിൽക്കണം എന്ന് പറയുന്ന പുരുഷന്മാരുള്ള ലോകത്ത് അതൊക്കെ തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായ ഒരു ആളുകളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യം. ഓഫീസിൽ വന്ന് ഞാൻ നാറ്റിക്കും 2 പറഞ്ഞേക്കാം. അവിടെ ഇനി നാറാൻ ബാക്കിയൊന്നും ഇല്ല. മാഡം ഒരു അഭിഭാഷകയാണല്ലോ. അല്ലെ, ഏറ്റവും നമ്മൾ പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രീആമ്പിൾ ഉണ്ട് അല്ലേ? പ്രീആമ്പിളിൽ മാഡം നേരത്തെ പറഞ്ഞ ഡിഗ്നിറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടി വിത്ത് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇവിടെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, സിറ്റിസൺ ഓഫ് ഇന്ത്യ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിഗ്നിറ്റി. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫെമിനിസം ആക്ടിവിസം സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ്? 19-ാം നൂറ്റാണ്ടിൽ. അന്നത്തെ അവസ്ഥ എന്താണ്? സതി പോലെയുള്ള ദുരാചാരങ്ങൾ വരുന്നു, ശൈശവ വിവാഹം പോലെയുള്ള ദുരാചാരങ്ങൾ വരുന്നു. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫെമിനിസം പോലെയുള്ള ഒരു ഐഡിയോളജി നിലവിൽ വന്നത്. അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എന്താ? എവരിബഡി ഗോട്ട് റൈറ്റ്. അല്ല, അത് ബുക്കിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണ്ടേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടോ? എല്ലാ പൗര താൻ എന്താ കരുതിയത്? ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണ്. താൻ കുറെ പ്രസംഗിച്ചല്ലോ, ഇനി ഞങ്ങളും കുറച്ച് പറയാം. ഇവിടെ ഈ പറഞ്ഞ നിയമങ്ങൾ എല്ലാവർക്കും നിയമം കൊടുത്തത്, ആണിനായാലും പെണ്ണിനായാലും പല സാഹചര്യത്തിലും നിയമങ്ങൾ ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം നിയമങ്ങൾ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നിയമവശാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അത്ര നിയമപരിരക്ഷ ഇവിടെ ആണുങ്ങൾക്കില്ല. അപ്പം സ്ത്രീകൾക്ക് നിയമത്തിൽ ഇവിടെ പ്രാവർത്തികമാകുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണുങ്ങളിലും അത് പൗരന്മാർക്ക് എല്ലാവർക്കും ആ പ്രശ്നം വരുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്ക് മാത്രമല്ല അത് കിട്ടാത്തത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് പറയൂ. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 50 ക്ലോസ് മാത്രമല്ല, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. എന്താ അറിയോ? ഈ നാട്ടിലെ സിറ്റിസൺ എല്ലാവരും ഡിഗ്നിറ്റി ഓഫ് ദ വുമണിനെ കീപ്പ് ചെയ്യണം. അതൊരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് അറിയോ? അത് പഠിച്ചിട്ട് ആദ്യം. എല്ലാവരുടെയും ശബ്ദം തുല്യ നിലയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 14 തന്നെ പറയുന്നത് ഈക്വാലിറ്റി ഫോർ ഓൾ അതേഴ്സ്. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട അത്. ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക
That is why I told that it is വേണ്ട കാര്യമില്ല. കേൾക്കൂ. വിവേചനത്തിന്റെ ഇതാണ് വ്യത്യസ്ത പ്രശ്നം. അതിരുകൾ ഇതാണ് പ്രശ്നം. പരിശോധിക്കുന്നതാണ്. ഇതാണ് പ്രശ്നം. അതെ, ഇതാണ് പ്രശ്നം. ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നില്ല. റിപ്ലൈ ചെയ്യട്ടെ. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. Equality, feminism. Just listen. കേൾക്കൂ. ഒന്ന് കേൾക്കാനുള്ളത് കേൾക്കൂ. Feminism is not a dogma. അതിനെ അളക്കരുത്. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഫെമിനിസം എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയത് ചാൾസ് ഫോരിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഉട്ടോപ്യൻ ഒരു തിയറിസ്റ്റ് ആയിരുന്നു. That is good. ചാൾസ് ഫോരിയർ. No, I and a woman. പറയട്ടെ. ഞാൻ പറഞ്ഞു തീർക്കാൻ പോലും മേഡം സമ്മതിക്കില്ല. ആ വ്യക്തി നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കണം. ഞാൻ പറയുമ്പോൾ കേൾക്കാനുള്ള ആ പുള്ളി അത് എഴുതിയത് തന്നെ ഒരു എന്താ പറയാ വേശ്യാലയത്തിനെ ഡിഫൈൻ ചെയ്തിട്ടാണ് ആ ഒരു വാക്ക് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കോയിൻ ചെയ്തിട്ടില്ല ഫെമിനിസമേ എന്ന് പറയുന്ന വാക്ക്. ഓ നമുക്ക് നിങ്ങൾ പറഞ്ഞു വോട്ടവകാശം സ്ത്രീകൾക്ക് നേടിത്തന്നത് ഫെമിനിസം ആണെന്ന്. എമിലിയ പാങ്ക്രസ്റ്റ് പോലും തുടങ്ങി വെച്ച ഫസ്റ്റ് വേവ് ഫെമിനിസം വോട്ടവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല തുടങ്ങിയത്. ആ സമയത്ത് ടാക്സ് കൊടുക്കുന്ന എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. അന്ന് ബ്ലാക്ക് സൈഡിലുള്ള ആൾക്കാർക്ക് വോട്ടവകാശം കിട്ടി തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ടാക്സ് അടയ്ക്കാത്ത വൈറ്റ് വുമൺ വൈ ആർ വി ബ്ലാക്ക് മെൻ ഓർ ബ്ലാക്ക് വുമൺ മോർ പ്രിവിലേജ് ദാൻ അസ് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചൊരു സാധനമാണ് ഫെമിനിസം. ഫസ്റ്റ് വേവ് സമയത്ത് ബ്ലാക്ക് ഫീമെയിൽസിന് വോട്ടവകാശം ഇല്ലായിരുന്നു. നിങ്ങളെ ഒരു കൂട്ടം വെളുത്ത സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെന്റ് മാത്രമായിരുന്നു ആ സമയത്ത്. എന്നുവെച്ചാൽ ബ്ലാക്ക് സൈഡിലുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ല. അവർക്ക് കിട്ടുന്ന 1965 19th അമെന്റ്മെന്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവര് ഒരു കൂട്ടം വെള്ള സ്ത്രീകൾ അവർക്ക് വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടിയായിരുന്നു ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയിട്ടില്ല. ഇവര് പറഞ്ഞു ഫെമിനിസം അതിന്റെ ഫസ്റ്റ് വേവ് തന്നെ കെട്ടിക്കിടക്കാന്നുള്ളത്. ഇപ്പൊ ആക്ച്വലി ഒരു ഫോർത്ത് വേവ് ആണ് അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് വേവ് എത്തുമ്പോഴേക്ക് ഈ ജൂഡിത്ത് ബട്ട്ലറിനെ പോലുള്ള ഒന്ന് കേൾക്കൂ മാഡം പ്ലീസ്. ഐ ലിസൺ ടു യു റൈറ്റ്. പ്ലീസ് ലിസൺ ടു മീ ആസ് വെൽ. പ്ലീസ് ഷോ men some respect, the same respect that you owe, right? So all I'm saying is ഫെമിനിസം അതിന്റെ ഫസ്റ്റ് വേവിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഈ വീട്ടിനകത്ത് ഒരു വീടൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയൊരു വേവ് നടന്നു. ഇപ്പം മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബയോളജിക്കൽ സാധനം എന്ന് പറഞ്ഞ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു തെറ്റായ കോൺസെപ്റ്റാണ്. ഈ ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ബയോളജിയെ പൂർണ്ണമായും ഡിനൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഫെമിനിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കാലഘട്ടത്തില് ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയൊന്നും അല്ല ഈ ഫെമിനിസ്റ്റുകൾ എന്നുള്ളൊരു സംവിധാനം. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ നമ്മുടെ ഈ ലൈവായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ജെൻഡർ ഈക്വാലിറ്റി നിലവിൽ നിൽക്കുന്നത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം വളരെ ഫോർവേഡാണ്. ഇവർ ഈ മുൻപേ പറഞ്ഞിരിക്കും പോലത്തെ ആ സംവിധാനങ്ങളൊന്നും നിലനിൽപ്പില്ല. ഇപ്പം ഇവരെ പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കലാലയം മുതൽ കോളേജ് തലം വരെയുള്ള യൂത്ത് പോലുള്ള ആൾക്കാർ ഈ വഴിതെറ്റി പോകേണ്ട പ്രധാന കാരണം ഇവരെ പോലുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ചർച്ചയ്ക്കിടുന്നത് കൊണ്ടാണ്. ഈ കുട്ടികളെ ഇവരെ പോലുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഈ സ്കൂളുകളുടെയൊക്കെ ഇടവഴികളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടികൾ 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കാണിക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ ഇവര് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി കുറെ കോപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. അല്ലാതെ വേറെ ഒന്നുമല്ല. കെ ആർ ഗൗരിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കെ കെ രമയുണ്ട്, ഇതുപോലെ സുഷമാ സ്വരാജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ. അവരാണ് ശരിക്കും ഫെമിനിസ്റ്റേ അല്ല. ഇവർ എവിടെയെങ്കിലും ശബരിമല കയറാനാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. എങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റാം എന്നുള്ളത് മാത്രമാണ്. ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. റാഡിക്കൽ ഫെമിനിസ്റ്റ് അല്ല, ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നത്. അതൊരു കളവാണെന്ന് ഞാൻ പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നു. PFI എന്ന് പറഞ്ഞൊരു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു പണ്ട്. അവര് ടെററിസ്റ്റ് ആണെന്ന് മുദ്രകുത്തി. അപ്പൊ അവർക്ക് ടെററിസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവര് വേഗം എല്ലാവരും അതിൽ നിന്ന് രാജിവെച്ചിട്ട് വേറെ ഒരു പാർട്ടിയുടെ അണ്ടറിൽ പോയി. സെയിം പീപ്പിൾ ഡൂയിങ് ദ സെയിം ജോബ്. പക്ഷെ അവിടുത്തെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന ശിക്ഷകൾ ഞങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ സെയിം പീപ്പിൾ സെയിം പുതിയൊരു ടേമിലോട്ട് മാറുക. അത് തന്നെയാണ് ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അപ്പോൾ ഞാൻ ഇടപെട്ട ഒരൊറ്റ പോയിന്റ് എന്ന് പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ 2023 റിപ്പോർട്ട് 2025 മാനസികാരോഗ്യ രംഗത്ത് വന്നപ്പോൾ ഏകദേശം 72% ഓഫ് മെൻ ആണ് സൂയിസൈഡ് ചെയ്തത്. കാരണം സാമ്പത്തിക ബാധ്യത, ഫാമിലിയിലുള്ള പ്രഷർ, അതുപോലെ അല്ല ഒരു ഒറ്റ സെക്കൻഡ്, നിങ്ങൾ റെഡി ആയിക്കോളൂ. മുമ്പ് ഒരു 5 വർഷം മുമ്പ് ഇതേപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ വ്യാജമായിട്ട് ലൈംഗിക
ആരോപണം ഉന്നയിച്ചാലോ എന്ന് പറഞ്ഞ് ഇതേ ഫെമിനിസ്റ്റുകൾ ഗൂഢാലോചന ചെയ്തതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്റർസെക്ഷണൽ ഇവർക്ക് ഫെമിനിസ്റ്റ് ബന്ധമുള്ളത് അല്ല സാർ, ഇപ്പൊ ഇവർ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഇതേ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു വന്ന സ്ത്രീകളാണ് ആ ഗൂഢാലോചന നടത്തിയത്. അവരെന്താ പറഞ്ഞെന്നറിയോ, നമുക്കൊരു ഇപ്പൊ ഈ പയ്യന്മാരുണ്ട്, ഇവന്മാർക്കെതിരെ ഇവന്മാരൊക്കെ നമ്മളെ ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മീറ്റു ഉണ്ടാക്കാം. അങ്ങനെ മീറ്റു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ ഫിനിഷ് റിക്വസ്റ്റിംഗ് യു ലെറ്റ് മീ ഫിനിഷ്. അവര് ഇതേ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മനുഷ്യത്യ പുള്ളിക്കാരത്തി പറഞ്ഞതാ, നമുക്ക് ഇവന്മാർക്കെതിരെ അങ്ങോട്ട് ഇതാക്കാം. ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബ്രൗണി പോയിന്റ്സ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബ്രൗണി പോയിന്റ്സ് പ്രതീക്ഷിച്ച് കുറച്ച് ആമ്പിള്ളേർ ഇവന്മാരെ എടുത്ത് പഞ്ഞി കിട്ടുള്ളൂ എന്ന്. അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.